ഇന്ന് വ്യാഴാഴ്ചയാണ് എന്ന് ആരാണ് പറഞ്ഞത്? ഇന്ന് കാണുന്ന ജ്യോതിഷം ആസ്ട്രോണമി, ആസ്ട്രോളജി രണ്ടാണ് ആക്ച്വലി. നമ്മുടെ ബ്രെയിൻ എല്ലാം GMT-യിലാണുള്ളത്, ലണ്ടനിലാണുള്ളത് നമ്മുടെ ബ്രെയിൻ. അത് വെച്ചിട്ടാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. അതായത് എത്ര കാലം കഴിഞ്ഞാലും നീ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നീ അനുഭവിക്കും എന്ന് ചെറുപ്പത്തിലേ പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ മലയാളം സംസ്കാരം നിലനിൽക്കുന്നത് ഭാഷയിലാണ്. എന്താണോ പ്രവൃത്തി ചെയ്യുന്നത് അതിൻ്റെ ഫലം മനുഷ്യൻ അനുഭവിക്കും. പ്രാരബ്ധ കർമ്മങ്ങളെ മനസ്സിലാക്കണം എന്ന് ആഗ്രഹം ഉള്ളവർ മാത്രം ജ്യോതിഷത്തിലേക്ക് വന്നാണ്. എല്ലാവരും എന്നെ പോലെ ചിന്തിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ പോലെ ചിന്തിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന മാരേജിന് ടൈം അനുകൂലമാണെന്ന് എന്നുള്ള ഇൻഫർമേഷനാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാ വിശ്വാസങ്ങളും അന്ധമല്ലേ? വിശ്വാസമാണ്, ഇതെല്ലാം വിശ്വാസം. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ വിശ്വാസം തന്നെയാണ്. വിശ്വാസം അതല്ലേ എല്ലാം. അപ്പൊ ഈ വിശ്വാസത്തിനും ഫാക്റ്റിനും ഇടയ്ക്ക്, അറിവിനും ഇടയ്ക്ക് ഒരു സമയമുണ്ട്. വിശ്വാസം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഈശ്വരനിലേക്ക് പോകും. 7 ദിവസം ജപിച്ചു കഴിഞ്ഞാൽ ഫലൻ ഉറപ്പ്. ഇത് യൂട്യൂബ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ശാസ്ത്രം എവിടെയും ഇല്ല. വേദങ്ങളിൽ രാമനെയും കൃഷ്ണനെയും നേരിട്ട് കൊണ്ടുവരാനാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം ശരിയാണെന്നും നിങ്ങളുടെ വിശ്വാസം തെറ്റാണെന്നും പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇരിക്കുന്ന വ്യക്തിയെ വെച്ചുകൊണ്ട് ഒരിക്കലും സനാതനധർമ്മത്തെ അളക്കരുത്. നമ്മൾ ഒരുപാട് ജ്യോതിഷന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ എയർഫോഴ്സിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് IT ഉദ്യോഗസ്ഥർ, പിന്നെ ജ്യോതിഷ രംഗത്തിലേക്ക് എത്തിയ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം സാർ, എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത്തരം ജോലികളിൽ നിൽക്കുന്നവർ ജ്യോതിഷത്തിലേക്ക് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റണം എന്നില്ല? സാർ എങ്ങനെയാണ് ഈ ഒരു ജ്യോതിഷം എന്ന മേഖല തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? താല്പര്യം അത് കുറേ കാലമായിട്ട് ചെറുപ്പത്തിൽ തന്നെ ഒരു താല്പര്യം. നമ്മൾ ഒരു അറിവിലേക്ക് നീങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, കുറച്ച് വായിക്കുന്നു, അങ്ങനെ വായനയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു താല്പര്യം, ഒരു ഫ്ലെയർ ജനിക്കുന്നു. കൂടുതലായിട്ട് അറിയുവാനുള്ള ശ്രമം. ഓവർ എ പീരീഡ് ഓഫ് ടൈം അതിങ്ങനെ പഠിച്ച് അതിലുള്ള സത്യത്തെ കണ്ടെത്തുന്നു. സത്യത്തെ കാണുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നൽ ബോധം വരുന്നു. അനുഭവമാണല്ലോ ഗുരു. അവരവർക്ക് അനുഭവം വേണമല്ലോ. നമ്മളെല്ലാം കേരളത്തിലൊരു പ്രത്യേക സമൂഹത്തിൻ്റെ മനസ്സിനനുസരിച്ച് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു. അതേസമയം അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. അതിൽ പേഴ്സ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് വന്ന് മുന്നോട്ട് പോയപ്പോൾ ഇതിലുള്ള സത്യം കണ്ട് അതൊരു പാഷനായി കാലക്രമേണ മാറി. അങ്ങനെ അതിൽ നിന്നും മാറി എയർഫോഴ്സിൽ നിന്നും പിന്നെ IT-യിലേക്ക് വന്നു. ചെറിയ പ്രായത്തിൽ അച്ഛനമ്മമാർ ഇതിലൊന്നും സമ്മതിക്കത്തില്ലല്ലോ. കുറച്ചൊരു സമയം ആവശ്യമാണ്. അങ്ങനെ അതിനുശേഷം IT-യിലേക്ക് ടെക്നോ പാർക്കിൽ കുറച്ചു കാലം ജോലി ചെയ്തു. അതിനുശേഷം ഇപ്പോൾ പൂർണ്ണമായിട്ടും ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. ജ്യോതിഷത്തിന്റെ ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ സാർ കൂടുതലായിട്ട് വർക്ക് ചെയ്തത്? ജ്യോതിഷത്തിൻ്റെ മേഖലകൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഒരുപാട് ആളുകൾ ഈ ജ്യോതിഷം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക്, അല്ലെങ്കിൽ സാധാരണക്കാരുടെ മൈൻഡിലേക്ക് എത്തുന്നത് നമ്മുടെ ഭാവിയെക്കുറിച്ച് അറിയാം, അല്ലെങ്കിൽ വാരഫലങ്ങളെക്കുറിച്ച് അറിയാം, ഇതിനൊക്കെ ചോദിച്ചിട്ടായിരിക്കും. സാറ് തിരഞ്ഞെടുത്തൊരു മേഖല എന്തായിരിക്കും? ജ്യോതിഷത്തിൽ ആക്ച്വലി ജ്യോതിഷം സാധാരണ എല്ലാ സബ്ജക്റ്റിലും, ഏത് സബ്ജക്റ്റ് എടുത്താലും അതിനെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഒരു ശ്രമം ആവശ്യമാണ്. പക്ഷെ നമ്മുടെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഈ ജ്യോതിഷം, ഇല്ലെങ്കിൽ കാലശാസ്ത്രം എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് എന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയാണ് എന്ന് ആരാണ് പറഞ്ഞത്? ഇതിൻ്റെ സമയം എങ്ങനെയാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് എന്ന് റൂട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ വ്യാഴം എന്താണ് എന്ന് ചിന്തിക്കേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ ഞായറാഴ്ച സൂര്യൻ എന്താണ്, രവിവാരം എന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലാണെന്നും സൂര്യചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് സൂര്യനാണ് പകലിന്, ഇല്ലെങ്കിൽ ഒരു ദിവസത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സൂര്യചന്ദ്രന്മാർ എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഇതിനകത്തുള്ളത്? കാരണം ഇപ്പോൾ പകലുണ്ട് എന്ന് സൂര്യനാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സൂര്യൻ പോയപ്പോൾ, ഇല്ലെങ്കിൽ ഭൂമി കറങ്ങുന്നത് കൊണ്ട് ചന്ദ്രനാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന സാഹചര്യം, അങ്ങനെ ഗ്രഹങ്ങളുമായിട്ട് നമ്മൾ പഠിക്കുവാനായിട്ട് മുന്നോട്ട് പോകുന്നു. അതിലുള്ള വസ്തുത തെളിയുന്നു. അതിനുശേഷം നാം ആ ശാസ്ത്രത്തെ കൂടുതലായിട്ട് ഗ്രഹിക്കുവാനായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ ജ്യോതിഷത്തിൽ ഇന്ന് കാണുന്ന ജ്യോതിഷം ആസ്ട്രോണമി, ആസ്ട്രോളജി രണ്ടാണ് ആക്ച്വലി. ഈ ആസ്ട്രോളജി എന്ന് പറയുമ്പോൾ അതൊരു ഫലഭാഗമാണ്. ആസ്ട്രോണമി വിച്ച് ഇസ് എ
പ്യുവർ സയൻസ്. അതിനെ നമുക്ക് അനലിറ്റിക്കൽ ബ്രാഞ്ച് ഓഫ് സയൻസ് എന്ന് വിളിക്കാം. അനലിറ്റിക്കൽ ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. അതുകൊണ്ടാണല്ലോ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ അത് പറ്റില്ലല്ലോ. അതിനകത്ത് സയൻസ് ഉണ്ടല്ലോ. അതിന് ഫിസിക്സ് ആണ്, മാത്ത് ആണ്, അതിനകത്ത് ആസ്ട്രോണമി എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഇൻറ്റർപ്രിട്ടേഷൻ ഭാഗമാണ് ഇന്ന് നാം വിളിക്കുന്ന ആസ്ട്രോളജി അല്ലെങ്കിൽ ജ്യോതിഷ ഫലഭാഗം. ഇത് രണ്ടും കൂടി ഇന്ന് നാം ജ്യോതിഷം എന്ന വാക്ക് കൊണ്ട് ജ്യോതിശാസ്ത്രവും അതായത് ആസ്ട്രോണമിയും കൂടി ഉൾപ്പെടുത്തി നാം അതിനെ ജ്യോതിഷം എന്ന് വിളിക്കുവാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ആസ്ട്രോണമിയുടെ പ്രസക്തി കാലക്രമേണ ഇല്ലെങ്കിൽ സാധാരണ ജനങ്ങളിലേക്ക് അത് മറന്നുപോയി. കാരണം ഇതിന് രണ്ടും കൂടി ഒരു പദത്തിലാണ് നമ്മൾ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആക്ച്വലായിട്ട് ആസ്ട്രോണമി എന്നുള്ള ഒരു കാര്യം ഇതിനകത്തുണ്ട്. ആസ്ട്രോണമി എന്നുള്ളത് ഒരു വലിയ ശാസ്ത്ര ശാഖയാണ്. അപ്പോൾ ഇന്ന് സാധാരണ ജനങ്ങൾക്ക് ഫലഭാഗം എന്നുള്ളതാണ് അല്ലെങ്കിൽ ജ്യോതിഷത്തെ സമീപിക്കുമ്പോൾ എൻ്റെ ഭാവി എന്താവും എന്നുള്ള ഒരു തോന്നൽ. ഇതിൻ്റെ അടിസ്ഥാനം ഏവർക്കും അറിയാം. നമ്മൾ ഈ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കാൻ പറ്റില്ല. ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അറിയുന്നില്ല എന്നതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഭാരതീയ ചിന്താശാസ്ത്രം, വേദങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ശ്രുതി സ്മൃതി, കർമ്മം കർമ്മഫലം മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ റൂട്ട്. അപ്പോൾ കർമ്മം കർമ്മഫലം എന്ന് പറയുന്നത് നമ്മളതിനെ ഒന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ കർമ്മം എന്നുള്ള ശബ്ദം പറയുമ്പോൾ തന്നെ നമ്മൾ നേരെ പൂർവ്വജന്മം, ജന്മാന്തരം അവിടേക്ക് എത്തിക്കഴിഞ്ഞു. കറണ്ട് കമ്പിയിൽ പിടിക്കുന്നത് കർമ്മമാണ്. നമ്മളുടെ ഇച്ഛാശക്തി കൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ കറണ്ട് കമ്പിയിൽ തൊടാമല്ലോ. അതിന് ഫലമുണ്ടോ? അത് അടുത്ത ജന്മത്തിലാണോ കിട്ടുന്നത്, അല്ല ഉടനെയാണോ? ഉടനെ തന്നെ. എക്സാക്ട്ലി. അപ്പോൾ നമ്മളുടെ കർമ്മം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ചെറുപ്പത്തിലേ നമ്മൾ കേട്ട് കാരണം ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് പോയി നമ്മളെല്ലാം ശരീരം കൊണ്ട് ഇന്ന് കേരളത്തിലിരിക്കുന്നു. നമ്മുടെ ബ്രെയിൻ എല്ലാം GMTയിലാണുള്ളത്, ലണ്ടനിലാണുള്ളത് നമ്മുടെ ബ്രെയിൻ. അത് വെച്ചിട്ടാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. ഒരു ഉദാഹരണം, ഞാൻ ഈ ചോദ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല, കാരണം ഇത് അനുബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ദിവസം എപ്പോഴാണ് നമ്മൾ തുടങ്ങുന്നത്? എപ്പോഴാണ്, എങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങേണ്ടത്? രാവിലെ. നമ്മുടെ നോർമലായിട്ട് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ രാവിലെ ഒരു ഡേയുടെ കാൽക്കുലേഷൻ. ഇന്ന് വ്യാഴാഴ്ചയാണെന്ന് പറഞ്ഞു. വ്യാഴാഴ്ച എപ്പോഴാണ് തുടങ്ങിയത്? ഒന്നെങ്കിൽ നമുക്ക് രാത്രി 12 മണിക്ക് തൊട്ടിട്ട് വ്യാഴാഴ്ച തുടങ്ങിയെന്ന് പറയാം. അതല്ലെങ്കിൽ ഇപ്പോൾ നോർമലി രാവിലെ വ്യാഴാഴ്ച സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഇന്ന് വേൾഡ് ഫോളോ ചെയ്ത് പോകുന്നത് അർദ്ധരാത്രി 12 മണിക്ക് ഒരു ദിവസം തുടങ്ങി അടുത്ത ദിവസം രാത്രി 12 മണി വരെ ആ വ്യാഴാഴ്ച, അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച തുടങ്ങും എന്നുള്ളതാണ് പാശ്ചാത്യൻ്റെ രീതി. അത് നമുക്ക് ഇന്ന് വളരെയധികം യൂസ്ഫുൾ ആണ്. കാരണം അതൊരു ഗ്ലോബൽ റെഫറൻസ് പോയിന്റ് ആയിട്ട് നമുക്ക് ആവശ്യമാണ്. എല്ലാവരും അങ്ങനെ കൊണ്ടുപോയാലേ അത് കാര്യം നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു എയർ ടിക്കറ്റോ ട്രെയിൻ ടിക്കറ്റ് പോലും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല, വേറെ സിസ്റ്റം ആയി കഴിഞ്ഞാൽ. കോമൺ റെഫറൽ പോയിന്റ്. പക്ഷേ ശാസ്ത്രം ഒന്നുകൂടി നമ്മൾ വിചിന്തനം ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിൽ ഉദയാന്തം ഹി സാവനം ദിനമീരിതം. ഒരു ദിവസത്തെ ലോജിക്കലി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പകൽ 12 മണിക്കൂർ, രാത്രി 12 മണിക്കൂർ തീരണ്ടേ? എന്നാലല്ലേ ഒരു ദിവസം ആവുള്ളൂ. അപ്പോൾ ഒരു സൂര്യ ഉദയം മുതൽ അടുത്ത ദിവസം സൂര്യോദയം വരെയാണ് ഭാരതീയ ശാസ്ത്രപ്രകാരം ഒരു ദിവസം എന്ന് പറയുന്നത്. അതായത് ഒരു പകൽ കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് രാത്രി കാലം കഴിഞ്ഞു പോകണ്ടേ, ആ ഡ്യൂറേഷൻ കഴിയണ്ടേ. അല്ലാതെ അർദ്ധരാത്രി 12 മണിക്ക് എലിസബത്ത് രാജ്ഞി അവിടെ ഇരുന്ന് കോട്ടുവായിട്ട പുതിയ ദിവസമൊന്നും തുടങ്ങില്ല. പക്ഷേ നമുക്ക് ഒരു ഗ്ലോബൽ റെഫറൽ പോയിന്റ് എന്ന നിലയ്ക്ക് അത് കൊണ്ടുപോയേ പറ്റൂ. അത് ഇല്ല എന്നുള്ളതല്ല. പക്ഷേ ജ്യോതിശാസ്ത്രം അങ്ങനെയല്ല അത് ചിന്തിക്കുന്നത്. കാരണം നിങ്ങളിലേക്ക് ഒരു ഫലഭാഗം എത്തിക്കണമെങ്കിൽ, ഇപ്പോൾ ഇന്ന് വ്യാഴാഴ്ച വെളുപ്പിന് ഒരു 5 മണിക്ക് ജനിച്ച ആള് ഇപ്പോഴും ബുധനാഴ്ചയാണ്. ബുധനാഴ്ചയുടെ രാത്രി തീർന്നിട്ടില്ല, സൂര്യോദയം മുതൽ സൂര്യോദയം വരെ. ഇപ്പം നമ്മുടെ കാൽക്കുലേഷൻ അങ്ങനെയാണ്. അപ്പോൾ ഇത് ശാസ്ത്രത്തിൽ വരുമ്പോൾ നമ്മൾ അങ്ങനെ സംസാരിക്കണമെന്നും, സാധാരണയായിട്ട് ജീവിതം നമ്മൾ കാലക്രമേണ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ രാത്രി 12 മണിക്ക് ദിവസം മാറി എന്നുള്ള ബോധം നമുക്ക് വേണം. അങ്ങനെ കൊണ്ടുപോയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ശാസ്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാധാരണക്കാർക്ക് എത്തിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. കാരണം നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്
മെക്കാളെ സാഹിബ് എന്തു പറഞ്ഞോ അത് ഇന്നും നമ്മൾ കൊണ്ടുപോവുകയാണ്. അതിലിനിയിപ്പം കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മളും പഠിച്ചേ പറ്റൂ. ഞാനും അത് തന്നെയാണ് പഠിച്ചത്, ജോണി ജോണി എസ് പാപ്പ. അതുകൊണ്ട് ഉപയോഗം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഏതെങ്കിലും രീതിയിൽ ഉപയോഗം ഉണ്ടാകാം. പക്ഷെ അന്ന് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അവശ്യമനുഭവോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി ശതൈരപി. അതായത് എത്ര കാലം കഴിഞ്ഞാലും നീ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നീ അനുഭവിക്കും എന്ന് ചെറുപ്പത്തിലേ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി ഞാൻ ആലോചിക്കില്ലേ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഇല്ലേ? പക്ഷേ എന്നെ പഠിപ്പിച്ചത് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ആണ്. സ്റ്റാർ ഈസ് നോട്ട് ലിറ്റിൽ എന്ന് എനിക്ക് 25 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സ്റ്റാർ വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കി, ഇല്ലേ? ഹംറ്റി ഡംറ്റി സാറ്റ് ഓൺ എ വാൾ. അത് വേണ്ട എന്ന് ഒരു ലാംഗ്വേജിന് നമ്മൾ നികൃഷ്ടമായിട്ട് കാണുന്നില്ല. പക്ഷേ നമ്മുടെ മലയാളം സംസ്കാരം നിലനിൽക്കുന്നത് ഭാഷയിലാണ്. അത് പോയി, സംസ്കൃതം പോയി, നമ്മളെല്ലാം പാശ്ചാത്യമായിട്ട് മനസ്സും കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ ജ്യോതിഷത്തിലെയാണ്, വീണ്ടും ഇതിലേക്ക് വരാം. അപ്പോൾ ഈ ജ്യോതിഷത്തിൽ എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്നല്ല, ഈ കേരളത്തിലുള്ള പഠിച്ച ജ്യോതിഷികൾക്കെല്ലാം അറിയാം കർമ്മം കർമ്മഫലം മാത്രമേ ഉള്ളൂ എന്നും ഗ്രഹങ്ങൾ നമ്മൾ ചെയ്ത കർമ്മങ്ങളെ കാണിച്ചു തരുന്നു എന്നും. പൂർവജന്മ ആർജിതം കർമ്മ എന്ന് പറഞ്ഞു. പൂർവജന്മ ആർജിതം കർമ്മ ശുഭം വാ ഇതി വാ ശുഭം തസ്യ പങ്ക്തിം ഗ്രഹാഹ സർവേ സൂചയന്തിഹ ജന്മനി. ഗ്രഹങ്ങൾ സൂചിപ്പിച്ചു തരുന്നു. അപ്പോൾ ജസ്റ്റ് ലൈക്ക് എ തെർമോമീറ്റർ ഇൻഡിക്കേറ്റ് ടെമ്പറേച്ചർ. തെർമോമീറ്റർ ഈസ് നോട്ട് ദി റീസൺ ഫോർ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ ഗ്രഹങ്ങളെല്ലാം തന്നെ ഫല സൂചകങ്ങളാണ്, ഫലത്തെ കാണിച്ചു തരുന്നു. എപ്രകാരമാണോ ഒരു തെർമോമീറ്റർ നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവിനെ കാണിച്ചു തരുന്നത്. തെർമോമീറ്റർ അല്ല ഊഷ്മാവിന് കാരണം. കോഴി കൂവുന്നത് കൊണ്ടല്ല സൂര്യൻ വരുന്നത്. ക്ലോക്ക് അല്ല സമയത്തെ നിശ്ചയിക്കുന്നത്, ശരിയല്ലേ? സൂര്യനും ചന്ദ്രനുമാണ്. സൂര്യനെ ബേസ് ചെയ്താണ് ഇതെല്ലാം ഡീപ്പായിട്ടുള്ളത്. ഇതെല്ലാം തന്നെ സൂര്യനെ ബേസ് ചെയ്താണ് ഉള്ളത്. കാരണം നമ്മൾ ജീവിക്കുന്നത് രാവും പകലും മനസ്സിലാക്കിയിട്ടാണല്ലോ. പക്ഷെ അത്രത്തോളം ചിന്തിക്കുവാനുള്ള സ്കോപ്പ് ഇന്ന് നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ആ സ്കോപ്പില്ല. ചിന്തിച്ചാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇന്നിതാ മൊബൈലും വന്നു കഴിഞ്ഞു. 24 മണിക്കൂറും നമ്മളെപ്പറ്റി ചിന്തിക്കാൻ പോലും നമുക്ക് സമയമില്ലാത്ത ഒരു അവസ്ഥയിലേക്കായി. ഒരു മിനിറ്റ് പോലും ചുമ്മാ ഇരിക്കാൻ പറ്റില്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോഴും നമ്മൾ ഇങ്ങനെ പോട്ടെ, അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ ജ്യോതിഷത്തിൽ കർമ്മം കർമ്മഫലം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ടുള്ള ജ്യോതിഷികൾ എല്ലാവർക്കും തീർച്ചയായിട്ടും അറിയാം. അതിനകത്ത് കേരളം ഭാഗ്യം ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തിൽ സംസ്കൃതം വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. വളരെയധികം നന്നായിട്ട് മുന്നോട്ട് പഠിപ്പിച്ചു കൊണ്ടിരുന്നു. പഠിച്ച വ്യക്തികളുണ്ട് കേരളത്തിൽ. നല്ല വിദ്വത്തുള്ള ഒരുപാട് ജ്യോതിഷികളുണ്ട്. അവർക്ക് എല്ലാവർക്കും അറിയാം കർമ്മം കർമ്മഫലമാണെന്നും ഈ കർമ്മഫലത്തെ ഗ്രഹങ്ങൾ എന്ന തെർമോമീറ്റർ പോലെ അത് ഗ്രഹങ്ങളെ കാണുന്നു, ഗ്രഹങ്ങൾ കാണിച്ചിരുന്നു. എന്താണ് പ്രമാണം? ഗ്രഹാഹ സർവേ സൂചയന്തി. ഗ്രഹങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം ഗ്രഹങ്ങളല്ല നമ്മളുടെ അനുഭവത്തിന് കാരണമായത്, നമ്മുടെ കർമ്മമാണ്. അപ്പോൾ കർമ്മം എന്ന ബോധം നമ്മളിൽ ഉണ്ടാവണം. കർമ്മം എന്നുള്ളത് ഉടനെ അത് മുമ്പ് കഴിഞ്ഞുപോയ ഗതകാലമൊന്നും പോകരുത്. കർമ്മം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി പ്രവൃത്തി എന്ന് മനസ്സിലാക്കുക. എന്താണോ പ്രവൃത്തി ചെയ്യുന്നത് അതിൻ്റെ ഫലം മനുഷ്യൻ അനുഭവിക്കും. അതിൻ്റെ വേരിയേഷൻ വരുമ്പോഴാണ് എന്തുകൊണ്ട് ഇങ്ങനെ വേരിയേഷൻ വരുന്നു എന്ന് മനസ്സിലാക്കി ചിന്തിച്ചപ്പോഴാണ് പൂർവ്വജന്മ കർമ്മങ്ങളെക്കുറിച്ചുള്ള കുറേ ടോപ്പിക്കുകളൊക്കെ വന്നു. അതെന്തുകൊണ്ട് എന്നുള്ള രീതിക്ക് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. അതിനുള്ള ഒരു ഗൈഡിങ് ടൂളാണ് ജ്യോതിഷം. അപ്പോൾ ഇതിനെ ഒരു ഗൈഡിങ് ടൂളായിട്ട് കാണാതെ ഒരു GPS ആയിട്ട്, GPS ഒരു ഗൈഡിങ് ടൂളാണ്. ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാനായിട്ട് പലതരം വഴികൾ കാണിക്കും. ഏത് വഴി പോകണം എന്നുള്ളത് അൾട്ടിമേറ്റ്ലി നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഇച്ഛാശക്തിയാണ്. ഇച്ഛാശക്തി കൊണ്ട് തന്നെയാണ് മനുഷ്യൻ കർമ്മം ചെയ്യുന്നത്, സ്വന്തം ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. അതിൽ ശുഭകർമ്മങ്ങളുമുണ്ട് അശുഭകർമ്മങ്ങളുമുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്. ഞാൻ എൻ്റെ കണ്ണാടി നോക്കുമ്പോൾ എന്നെപ്പോലെയുള്ള സുന്ദരൻ വേറെ ആരും ലോകത്തില്ല, ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണ് അൾട്ടിമേറ്റ് എന്നുള്ള ബോധമാണ് മനുഷ്യൻ ചിന്തിച്ചു പോരുന്നത്, ശരിയല്ലേ? ചെയ്ത തെറ്റിനെ ന്യായീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ പ്രകൃതിക്ക് അറിയാം നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പം കർമ്മഫലത്തെ ബേസ് ചെയ്തിട്ടുള്ള ജ്യോതിഷത്തെ, അതിൻ്റെ സത്യാവസ്ഥയെ പലതരം രാജ്യങ്ങളിലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സ്ഥലത്തും
യാത്ര ചെയ്യുന്നു. അവിടെ ഒരു ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് ആൾക്കാർക്ക് ക്ലാസ് എടുക്കുന്നു, പ്രശ്നത്തിന് പോകുന്നുണ്ട്. പിന്നെ ജാതകമൊക്കെ എന്തായാലും ബേസിക്കലി നോക്കിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ കൺസൾട്ടേഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ജ്യോതിഷം എന്നുള്ളതിനെ യഥാർത്ഥമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം. അപ്പം ഇന്നിപ്പം എന്താ പറയുക, ഒരു അധികവും ഇപ്പം പെൺകുട്ടികളുടെ ജാതകവുമായിട്ടൊക്കെ പോകുന്ന ഒരുപാട് അമ്മമാരുടെ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പം അവിടെ പലപ്പോഴും എന്താ പറയുക, ഈ പെൺകുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഈ ജ്യോത്സ്യന്മാർ പറയുന്ന പലതിനെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ള സംശയമുണ്ട്. ചിലപ്പോൾ 18 വയസ്സിൽ അല്ലെങ്കിൽ 19 വയസ്സിൽ ഇങ്ങനൊരു വയസ്സ് അത് ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതെന്താ അങ്ങനെ ഒരു വയസ്സ്? ഒന്നുകൂടി ഒന്ന് വ്യക്തമാകും. 18 വയസ്സെന്ന് പറയുമ്പോൾ 18 വയസ്സിൽ കല്യാണം കഴിച്ചു വിടണം, അല്ലെങ്കിൽ 19 വയസ്സിൽ കല്യാണം കഴിച്ചു വിടണം, ഇങ്ങനൊരു ഏജ് ലിമിറ്റ് അവിടെ എന്തുകൊണ്ടാണ് വെക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ വെക്കാൻ അതിലെന്തെങ്കിലും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്? ഇതിനെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കാം. ആദ്യം ജ്യോതിഷത്തിന്റെ ഉപയോഗം എന്ത് എന്ന് ആദ്യം മനസ്സിലാക്കണം. അതായത് താങ്കൾ ഇപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് പാരസെറ്റമോൾ ചോദിക്കുമോ? എന്തുകൊണ്ട്? താങ്കൾ ആയുർവേദം പഠിച്ചിട്ടുണ്ടോ? MBBS ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ദശമൂലാരിഷ്ടം ചോദിക്കുമോ? എന്തുകൊണ്ട്? ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഉണ്ട്, ബേസിക് ആയിട്ടുള്ള ഒരു അറിവാണ്. ഇതിന്റെ സ്കോപ്പ് ഇതാണെന്നും ഇതിന്റെ ലിമിറ്റേഷൻസ് ഇതാണെന്നും. ശരിയല്ലേ? ഹോമിയോപ്പതി ആയാലും ആയുർവേദമായാലും ഇംഗ്ലീഷ് മെഡിസിൻ ആയാലും അതുപോലെ ജ്യോതിഷത്തിന്റെ സ്കോപ്പ് ആൻഡ് ലിമിറ്റേഷൻസ് മേ ബി അത് വളരെ ഒരു പേഴ്സണൽ ആയതുകൊണ്ടാവാം ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. ഇല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഉള്ള, ഇല്ലെങ്കിൽ അങ്ങോട്ട് പാസ് ചെയ്യാനുള്ള പലതരം കാരണങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഒരു കാരണമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു മാവിനെ കാണുന്നു, ഇന്നലെ ഒഴിച്ച വെള്ളമാണ് ഇന്ന് മാങ്ങ ലഭിച്ചത് എന്ന് എങ്ങനെ പറയാൻ പറ്റും? അത്രയും കാലത്തെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, സൺലൈറ്റ് ഉണ്ട്, മണ്ണുണ്ട്, ഫെർട്ടിലൈസർ ഉണ്ട്, കുറേ കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ഒറ്റ കാരണത്തിമേ നമ്മൾ നിൽക്കും, അങ്ങനെയല്ലല്ലോ. അപ്പൊ പലതരം കാരണങ്ങളാൽ സമൂഹത്തിൽ ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താതെ ഇല്ലെങ്കിൽ പ്രയാസമായി എന്ന് പറയാം. അപ്പോൾ ഇതിന്റെ ഉപയോഗം, ജ്യോതിശാസ്ത്രത്തിന്റെ ഉപയോഗം, ജ്യോതിഷത്തിന്റെ ഉപയോഗം, ഞാൻ ജ്യോതിഷം എന്ന വാക്ക് ഉപയോഗിക്കാം. ആയുശ്ച ലോകയാത്രാച ശാസ്ത്രേസ്മിൻ ദ്വേ പ്രയോജനം. 2 പ്രയോജനമേ ഉള്ളൂ നമ്മുടെ ആയുസ് നിർണ്ണയിക്കാനും ലോകയാത്ര എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ഐഡിയ എന്നുള്ള വാക്ക് എപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പോൾ ഈ ജാതകം എന്താണ് എന്നുള്ളത് പ്രാഗ്ജന്മാർജിത പുണ്യാഘ പ്രാബല്യോദ്രേക ഹേതുത പ്രാരബ്ധസജ്ഞ മനുഷ്യജാതോ ജാതക ചിന്തനം. പ്രാഗ്ജന്മ ആർജിത, മുജ്ജന്മങ്ങളിൽ നമ്മളാൽ ചെയ്ത, നാം തന്നെ ചെയ്ത ശുഭവും അശുഭവുമായ പ്രവൃത്തിയുടെ ഫലങ്ങളെ, അതിന് പ്രാരബ്ധം എന്ന് പറയുന്നു. പ്രാരബ്ധം, സഞ്ചിതം പ്രാരബ്ധം എന്ന് കൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെയുള്ള പ്രാരബ്ധ കർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ജാതകം നോക്കുക. വീണ്ടും പറയുകയാണ്, നമ്മളാൽ ചെയ്ത കർമ്മങ്ങളെ, അതായത് 20 കൊല്ലം മുമ്പേ കേസ് കൊടുത്തു, കേസിൻ്റെ വിധി 20 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഇവരുള്ളൂ, നമുക്ക് എപ്പോഴാണ് എന്താണെന്നൊന്നും ഐഡിയ ഇല്ലല്ലോ. അതിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി, അതായത് കഴിഞ്ഞു പോയിട്ടുണ്ട്, ഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടി ഇന്ന സമയം നിങ്ങൾക്ക് അനുകൂലമാണെന്നും ഇന്ന സമയം പ്രതികൂലമാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് നല്ല രീതിക്ക് തരികയാണെങ്കിൽ യു ക്യാൻ പ്രിപ്പയർ യുവർ സെൽഫ്. നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും. ശരിയല്ലേ? ഇത് മഴക്കാലമാണ്, ഇപ്പോൾ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് പോലെ. കാരണം നമ്മൾ പെട്ടെന്ന് ഈ ഒരു ഇൻഫർമേഷൻ കേൾക്കുമ്പോഴേ കുറച്ച് ആൾക്കാർ നല്ല ബോൾഡായിരിക്കും, അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പ്രാരബ്ധം എന്ത് തന്നെ ആയിക്കോട്ടെ, നോക്കണമെന്ന് നിർബന്ധമേ ഇല്ലല്ലോ. നോക്കണമെന്ന് ആര് പറഞ്ഞു? അപ്പോൾ ഈ പ്രാരബ്ധ കർമ്മങ്ങളെ മനസ്സിലാക്കണം എന്ന് ആഗ്രഹം ഉള്ളവർ മാത്രം ജ്യോതിഷത്തിലേക്ക് വന്നാൽ മതി. കാരണം അവനവൻ ചെയ്ത കർമ്മഫലത്തെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നന്നാവാൻ ചാൻസ് ഉണ്ട്. നന്നാക്കും എന്നല്ല, ചാൻസ് ഉണ്ട്. ബോധം വരികയാണ്, ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന സത്പ്രവർത്തികൾ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ. ഇല്ലെങ്കിൽ ഇന്ന കാലഘട്ടം നമുക്ക് മോശമാണെന്ന് പറയാം ഒരു ദുർബല മനസ്സുള്ള വ്യക്തി. കാരണം എല്ലാവരും എന്നെപ്പോലെ ചിന്തിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ചിന്തിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സമൂഹത്തിൽ പലതരം ചിന്തകളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ദുർബലമായിട്ട് മനസ്സുള്ള ഒരു വ്യക്തി ഒരു നല്ല ജ്യോതിഷൻ്റെ അടുത്ത് പോവുകയാണ്. അദ്ദേഹം പറയാണ്, പേടിക്കണ്ട, ഒരു 6 മാസമേ ഉള്ളൂ, ഈ 7ര ശനി തീരാറായി, ഇത് കഴിഞ്ഞാൽ നിന്റെ ജീവിതം അങ്ങ് മാറുമെന്നുള്ള ഒരു നല്ല വാക്ക് അദ്ദേഹം പറയുകയാണ്. അല്ല, കള്ളമല്ല, നോക്കി തന്നെ നല്ല രീതിക്ക് ഒരു പ്രസൻറ്റ് ചെയ്ത് ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണെങ്കിൽ
ചിലപ്പോൾ അയാൾ ജീവിക്കും. ശരിയല്ലേ? അപ്പം അത്രത്തോളം ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ ഈ ശാസ്ത്രത്തിന് പറ്റും. കാരണം അവനവൻ്റെ കർമ്മങ്ങളെ സത്കർമ്മഫലം ഇപ്പോൾ അനുഭവിക്കുവാൻ പോകുന്നു, ഇല്ലെങ്കിൽ ഇന്ന കാലഘട്ടം മുതൽ ഇന്ന കാലഘട്ടം വരെ സത്ഫലങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കൂടുതലല്ലേ. ഇനി കുറച്ച് മോശപ്പെട്ട ഫലങ്ങളാണ് ഇപ്പോഴുള്ളത്. 7ാം ശനി പറയും, കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്, ഫാക്ടേഴ്സ്, ഇന്ന ദശയാണ്, രാഹുദശയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ദോഷഫലം അനുഭവിക്കുമ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇത്ര കാലം വരെ ഉള്ളൂ, ഒരു 2 കൊല്ലം 3 കൊല്ലമേ ഉള്ളൂ, അത് കഴിഞ്ഞ് നോക്കിക്കോ ഞാനിപ്പോൾ കൊണ്ട് കയറും എന്ന ബോധവും മനുഷ്യനുണ്ടാവും. സമൂഹത്തിൽ പലതരം ആൾക്കാരുണ്ട്. അപ്പം പല രീതിക്കാണ് ആൾക്കാർ എടുക്കുന്നത്. അതിലുള്ള ഒരു ചോദ്യമാണ് താങ്കൾ ഈ 18 വയസ്സിൽ കെട്ടിച്ച് വിടണം, ഇല്ലെങ്കിൽ 19 വയസ്സിൽ കെട്ടിച്ച് വിടണം, അങ്ങനെ നിർബന്ധമുള്ളതായിട്ട് നമുക്കറിവില്ല. അങ്ങനെ അറിവില്ല, അങ്ങനെ ഒരു ശാസ്ത്രത്തിലില്ല. പക്ഷെ ദശ അപഹാരം അനുകൂലമാണെന്നും ഈ ദശ അപഹാരം പ്രതികൂലമാണെന്നും പറയാൻ പറ്റും. അപ്പം അനുകൂല കാലാവസ്ഥയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യൻ അറിഞ്ഞോ അറിയാതെ തന്നെ ഒരു സ്ഥലത്ത് പോകാൻ ആയിട്ട് താങ്കൾ പ്ലാൻ ചെയ്യുകയാണെന്നിരിക്കട്ടെ, താങ്കൾ മുഹൂർത്തം നോക്കുന്നുണ്ട് അറിയാതെ തന്നെ. ഉദാഹരണത്തിന് പാരീസിൽ പോകണം, കല്യാണം കഴിഞ്ഞു, പാരീസിൽ പോകണം, ഹണിമൂണിന് പോവുകയാണ്, ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് 2 കൊല്ലമായി, നമ്മൾ ഉടനെ വെൻ ഈസ് ദ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് പാരീസ് എന്ന് അടിച്ച് നോക്കില്ലേ ഗൂഗിളിൽ? അത് മുഹൂർത്തമല്ലേ നോക്കുന്നത്? നമ്മളത് ചിലപ്പോൾ അതിൻ്റെ സീസണും കാര്യങ്ങളും അത് തന്നെയാണ് മുഹൂർത്തം. തസ്മാദിതം കാലവിധാന ശാസ്ത്രം യോ ജ്യോതിഷം വേദസ വേദയജ്ഞാൻ. ഈ സമയത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നതാണ് ജ്യോതിശാസ്ത്രം. ആ സമയമാണ് മുഹൂർത്തം. കണ്ണിന് കാണാൻ പറ്റാത്ത സട്ടിൽ എന്ന് പറയും. ഇത് ഒരുപാടുണ്ട്. നമ്മൾ ഈ 12 വർഷം 20 വർഷം 40 വർഷം പഠിക്കേണ്ട സബ്ജക്റ്റ് 20 മിനിറ്റ് വീഡിയോയിൽ നമ്മൾ എത്തിക്കുമ്പം അതിൻ്റേതായ ഗ്യാപ്പ് ഒരുപാടുണ്ടാവും. ഒരുപാട് കമൻസും വരാം, നല്ല കമൻസും വരാം, മോശപ്പെട്ട കമൻസും വരാം. കാരണം നമുക്ക് പറയാനുള്ള ഇപ്പോൾ ഭഗവത്ഗീത 1 മിനിറ്റ് ഭഗവത്ഗീത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പറ്റും? അതൊരു സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്, ന്യൂഡൽഹി എന്ന് പറഞ്ഞ് നിർത്താം ഇല്ലേ? അപ്പോൾ അതുപോലെ ഈ ശാസ്ത്രം ഇങ്ങനെ കാലശാസ്ത്രം എന്നുള്ളത് മനുഷ്യ മനസ്സിലേക്ക് എത്തിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി, മുഹൂർത്തമാണ് ജ്യോതിശാസ്ത്രം വദത്യത്ര കാലം വൈദിക കർമ്മണാം, ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് പറ്റിയ ദിവസങ്ങൾ സമയങ്ങളൊക്കെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജ്യോതിശാസ്ത്രം ആദ്യം വന്നത്. അപ്പോൾ താങ്കളുടെ അടുത്ത് പറയുകയാണ്, ഇപ്പം വെള്ളിയാഴ്ച ഒരാൾ ചോദിക്കുകയാണ് അടുത്ത മീറ്റിംഗ് എപ്പോൾ വെക്കാം, തിങ്കളാഴ്ചയേ ഉള്ളൂ എന്ന് പറയുന്നില്ലേ? ഇപ്പോൾ ഒരു സമയമല്ലേ? തിങ്കളാഴ്ച എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? നമ്മൾ ഒരു പർട്ടിക്കുലർ 24 അവേഴ്സിനെ തിങ്കളാഴ്ച എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. അത്രയല്ലേ ഉള്ളൂ? ശരിയല്ലേ? എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? നമ്മൾ എന്താണോ അതിനെ ലേബൽ ചെയ്യുന്നത്, അങ്ങനെ അധ്യാരോപം എന്നാണ് അതിന് പറയുന്നത്. ഒന്നിനെ നമ്മൾ ആരോപിച്ച് വെച്ചിട്ടുണ്ട്, അതിനെ തിരിച്ച് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു കാലം ഇന്ന മാരേജിന് ടൈം അനുകൂലമാണെന്ന് എന്നുള്ള ഇൻഫർമേഷനാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും നമ്മുടെ സ്വന്തം ഇച്ഛാശക്തിയാണ്. കർമ്മം കർമ്മഫലം. അതേപോലെ ഇപ്പം ഇന്ന് ഒരുപാട് ഓരോ കാര്യത്തിലും അന്ധമായി വിശ്വസിക്കുന്നവർ ഒരുപാടാണ്. അന്ധവിശ്വാസം. ഈ ഒരു അന്ധവിശ്വാസത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഏതെങ്കിലും ഒരു അന്ധവിശ്വാസം പറയാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒന്നിനോട് അമിതമായിട്ടുള്ളൊരു വിശ്വാസം, അതിനെ അന്ധമായി അതിനെ വിശ്വസിക്കുക എന്നുള്ളത്, കണ്ണടച്ച് അതിനെ വിശ്വസിക്കുക. എല്ലാ വിശ്വാസങ്ങളും അന്ധമല്ലേ? നല്ലവണ്ണം ചിന്തിച്ചാൽ ഒരു മനുഷ്യന് മനസ്സിലാകും എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. നമ്മൾ നമ്മുടെ കുട്ടിയെ ഒരു സ്കൂളിൽ ചേർക്കുകയാണ്, എന്തിൻ്റെ പേരിലാണ്? ആ സ്കൂളിനെ അന്ധമായി വിശ്വസിക്കുന്നു. അവിടെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരെ അന്ധമായി വിശ്വസിക്കുന്നു. എൻ്റെ മകന് നല്ല വിദ്യാഭ്യാസം, നല്ലത് പറഞ്ഞു കൊടുക്കും എന്ന വിശ്വാസം. അമേരിക്കയിൽ നിന്ന് വിസ തരുന്നു, ഇവൻ അവിടെ വന്ന് നാളെ ബോംബ് ഇടില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ്. നിങ്ങളുടെ ഇൻ്റർവ്യൂ ഇവിടെ വന്ന് എടുക്കാൻ വന്നു, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുമായിരിക്കും എന്നുള്ള വിശ്വാസം. താങ്കൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, സ്ഥാപനത്തിന് നല്ല പേര് ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളത് അന്ധമായി താങ്കളെ വിശ്വസിക്കുകയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ വിശ്വാസം, അന്ധം
അന്ധവിശ്വാസം എന്നുള്ള ലേബൽ ചെയ്ത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് വിശ്വാസങ്ങളെ അന്ധവിശ്വാസമാണെന്ന് സാധാരണ ജനങ്ങൾക്ക് എല്ലാവരും ശാസ്ത്രം പഠിക്കണം നിർബന്ധമില്ലല്ലോ. അവരവരുടെ ഫീൽഡുണ്ട്. ഒരാൾ ഒരു മ്യൂസീഷ്യൻ ആവാം, ഒരാൾ സ്പോർട്സ്മാൻ, ഒരാൾ MBBS, ഒരാൾ എഞ്ചിനീയറിംഗ്, ഒരാൾ ലോ, ഇങ്ങനെ പഠിച്ച് പോവുമല്ലേ. എല്ലാവരും ഈ ശാസ്ത്രം മനസ്സിലാക്കണം എന്നില്ലല്ലോ. അപ്പം ഇവരുടെ മനസ്സിൽ ഇതെല്ലാം ഒരു കൂട്ടം വിശ്വാസമെല്ലാം അന്ധവിശ്വാസമാണെന്ന് അടിച്ച് ഏൽപ്പിക്കുകയാണ്. അപ്പം അവർ ബാക്കിയുള്ളതിനെ ചിന്തിക്കുന്നില്ല, ഇല്ലെങ്കിൽ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ സമൂഹ മനസ്സ് അങ്ങനെ ആയി. ആരെങ്കിലും ഒരു വിനയപൂർവ്വം പെരുമാറിയാൽ, ഇവൻ എവിടത്തോ ഒരാളെ പോലെ വിനയം ആരെങ്കിലും കാണിച്ചു വിനയപൂർവ്വം ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പോയി. കാരണം നമ്മൾ പുച്ഛിച്ച് ശീലിച്ചു കഴിഞ്ഞു. കാരണം ഈ എന്താണോ താങ്കൾ കാണുന്നത് അത് സമൂഹ മനസ്സായി മാറുകയാണ്. ശരിയല്ലേ? അപ്പം അങ്ങനെ നമ്മൾ ആ വിശ്വാസങ്ങളെല്ലാം തന്നെ അന്ധമാണെന്ന് മനസ്സിലാക്കാതെ ഇത് അന്ധവിശ്വാസമാണെന്നും ഇത് നല്ല വിശ്വാസമാണെന്നും പറയുകയാണ്. നമ്മളുടെ കൂട്ടുകാരെ വിശ്വസിക്കുന്നു, അത് നല്ല വിശ്വാസമാണ്. പൂച്ച കുറുകെ ചാടി, അത് അന്ധവിശ്വാസമാണ്. രണ്ടും വിശ്വാസമാണ്, അന്ധമായ വിശ്വാസമാണ്. രണ്ടും വിശ്വാസമാണ്. വിശ്വാസം എല്ലാം തന്നെ അന്ധമാണ്. ഇവിടെ ഒരു കാര്യം കൂടി ഞാനൊന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് വിശ്വാസം എന്ന് പറയുമ്പോൾ നേരെ എല്ലാവരും ഈശ്വരനിലേക്കാണ് പോകുന്നത്. അതാണ് അവിടെ തെറ്റി. കാരണം ഞാൻ എന്നിൽ തന്നെ വിശ്വസിക്കുന്നത് കൊണ്ട് നാളെ 10 മണിക്ക് മീറ്റിങ്ങിന് വരാം എന്ന് ഞാൻ പറയുകയാണ്, അല്ലേ? ഞാൻ അബ്സല്യൂട്ട് സെൻസിൽ എനിക്ക് പറയാൻ സാധിക്കുമോ 10 മണിക്ക് എനിക്ക് പോകാൻ പറ്റുമോ? വിശ്വാസമാണ്. ഇതെല്ലാം വിശ്വാസം. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ വിശ്വാസം തന്നെയാണ്. വിശ്വാസം അതല്ലേ എല്ലാം. ഇന്നും അഡ്വർടൈസ്മെന്റിലുണ്ടല്ലോ, എല്ലാവർക്കും, മലയാളികൾക്ക് ഏവർക്കും അറിയാം, വിശ്വാസം തന്നെയാണ്. അപ്പോൾ ഇവിടെ വിശ്വാസം എന്നുള്ളതിൽ തുടങ്ങി അറിവിലേക്ക് ഒരു പ്രയാണമാണ് നാം എത്തുന്നത്. അറിവിലേക്ക് ഒരു പ്രയാണം. ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. ഒരു 8ാം ക്ലാസ്സിൽ താങ്കൾ പഠിച്ചു കാണും E=mc². എല്ലായ്പ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ്, കാരണം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. E=mc². 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ നാം പഠിക്കുമ്പോൾ അത് വിശ്വാസമാണ്. അതെങ്ങനെ ഡിറൈവ് ചെയ്തു, ഇത് ഇന്നതൊക്കെയാണ്, നമുക്ക് അതിനുള്ള ഇതൊന്നുമില്ല. ടീച്ചർ കറക്റ്റായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും. ടീച്ചർ പഠിപ്പിച്ചത് സത്യമാണെന്ന് വിശ്വസിച്ച് അതിനെ നമ്മൾ മഗപ്പ് ചെയ്ത് പഠിച്ചു. ഒരു 5 കൊല്ലം കഴിയുമ്പം ഇതിനെ എങ്ങനെ ഡിറൈവ് ചെയ്യണമെന്നും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇതാണെന്നും അത് ഫാക്റ്റായി മാറി. ശരിയല്ലേ? അപ്പം ഈ വിശ്വാസത്തിനും ഫാക്റ്റിനും ഇടയ്ക്ക്, അറിവിനും ഇടയ്ക്ക് ഒരു സമയമുണ്ട്. അത് അഭ്യൂഹം എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെല്ലാം ഈ അഭ്യൂഹത്തിലാണ്. ഈ അറിവിലേക്ക് ഈ വിശ്വാസം മാറ്റപ്പെടുമ്പോൾ അവിടെ ഇനി വിശ്വാസമില്ല, അത് അറിവായി മാറി. ഒരു നല്ല ഉദാഹരണം കൂടി പറയാമല്ലോ. 1ാം ക്ലാസ്സിൽ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ഇമ്പോസിഷൻ എഴുതി താങ്കൾ പഠിച്ചു കാണും. ശരിയല്ലേ? സൂര്യൻ കിഴക്കുദിക്കുന്നു. 5ാം ക്ലാസ്സിൽ പോയപ്പം വേറൊരു ടീച്ചർ പറഞ്ഞു സൂര്യൻ എവിടെയും പോകുന്നില്ല എന്ന് പറയുന്നു. നമ്മൾ ഞെട്ടി. ശരിയല്ലേ? ഭൂമി കറങ്ങുന്നത് കൊണ്ട് തോന്നുകയാണെന്ന് പറഞ്ഞു. ശരിയല്ലേ? ശരിയാണല്ലോ. പക്ഷെ ഭൂമി കറങ്ങുന്നത് നമുക്ക് കാണാനും പറ്റുന്നില്ല. അപ്പോൾ അറിവാണ് അവിടെ, അറിവാണ്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ആ അറിവ് ബോധത്തിലേക്ക് വരികയാണ്, ഇല്ലേ? അതുവരെയുള്ള സമയം അഭ്യൂഹം എന്ന് നാം പറയും. ഇത് നമ്മൾ എല്ലാ കാര്യത്തിലും അപ്ലൈ ചെയ്യണം. അഭ്യൂഹം നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യും, അതൊന്നുമില്ല, അത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു. ഈ വേർഡ്സ് പറഞ്ഞ് കുറച്ച് പേരുടെ മനസ്സിൽ അതിനെ വിശ്വാസം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഈശ്വരനിലേക്ക് പോകും, ഭഗവാന്റെ അടുത്ത് പോവുകയാണ്. വിശ്വാസം എന്നുള്ളത് നമ്മുടെ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. സമൂഹമാണ്. ജുഡീഷ്യറിയിലുള്ള വിശ്വാസം ഉണ്ടോ ഇല്ലയോ? ആ വിശ്വാസം അന്ധമായി ജുഡീഷ്യറി വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു, ഇല്ലേ? പിന്നെ അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാതെ വിശ്വാസം എന്ന വാക്ക് പറയുമ്പോൾ ഈശ്വരനിലേക്കൊക്കെ അതൊക്കെ എവിടെയോ കിടക്കുന്ന ടോപ്പിക്കാണ്. നമുക്ക് സോഷ്യലി സമൂഹത്തിൽ നല്ല ചിന്തകൾ വളരണം. അപ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസത്തിൽ തുടങ്ങി ഫാക്റ്റിലേക്ക് എത്തുമ്പോൾ അതിനിടയ്ക്കുള്ള സമയപരിധി എന്നുള്ളത് അഭ്യൂഹമാണെന്നും മനുഷ്യൻ അറിവിനടുത്താണ് പോകുന്നത്. അറിവ് വരുന്നത് വരെ സൂര്യൻ കിഴക്കുദിച്ചു, അഭ്യൂഹമായിരുന്നു. അറിവ് വന്ന ശേഷം അത് ഫാക്റ്റായി മാറി, അത് ഫാക്റ്റാണ്, അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് വിശ്വാസമല്ല, അറിവായല്ലോ. പിന്നെ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല, അത് അറിവായി മാറി. ഈ ഒരു ടോപ്പിക് എല്ലാം തന്നെ ചെറുപ്രായത്തിൽ സ്കൂൾ സിസ്റ്റത്തിലൊന്നും ഇംപ്ലിമെൻറ്റേഷൻ ഇല്ല. കാരണം ഞാൻ എന്താണോ തീരുമാനിക്കുന്നത് അത് മാത്രമാണ് പഠിപ്പിച്ചു പോരുന്നത്.
അങ്ങനെ ഒരു സിസ്റ്റം ബ്രിട്ടീഷുകാർ തുടങ്ങി, അത് മുതൽ ഇന്നും കൊണ്ട് നടക്കുകയാണ്. ഇന്ന് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്, നല്ലത് തന്നെയാണ്. കാരണം എല്ലാം കണ്ണുകൊണ്ട് കണ്ടാലേ ശരിയാവൂ എന്നുള്ള ഒരു രീതിക്ക് പഠിപ്പിച്ചു പോരുകയാണ്. പക്ഷെ പല സ്ഥലത്തും ജുഡീഷ്യറി പോയി കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാത്തത്, സാക്ഷിയില്ലാതെ കുറേ കാര്യങ്ങളുണ്ടല്ലോ മനസ്സിലാക്കാൻ പറ്റുന്നത്. അനുമാനം എന്ന് പറയും. പ്രത്യക്ഷം കൊണ്ടും മനസ്സിലാക്കാൻ പറ്റും, അനുമാനം കൊണ്ടും മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് അനുമാനം? ഒരു മാവിനെ കാണുമ്പോൾ മാങ്ങേണ്ടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അനുമാനമാണ്. മാങ്ങേണ്ടി കാണാൻ പറ്റുമോ? പക്ഷേ അത് ഉണ്ടായാലേ പറ്റുള്ളൂ. കാര്യകാരണ ബന്ധമില്ലാതെ ഒന്നും തന്നെ പ്രാവർത്തികമല്ല. ഈ വക ബോധപൂർവമായിട്ടുള്ള ഒരു സമീപനം കൊച്ചു കുട്ടികൾക്ക്, കർമ്മം കർമ്മഫലം. നീ ഇന്ന് മാതാപിതാക്കളെ നല്ലവണ്ണം നോക്കിയാൽ നിനക്ക് നാളെ നന്മ വരും, നീ ആ സത്കർമ്മമാണ് ചെയ്യുന്നത് എന്നുള്ള ബോധം കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം ഇന്ന് വിശ്വാസം എന്ന് പറയുന്നതിനെ ദൈവവുമായിട്ട് ടാഗ് ചെയ്ത് എവിടെയോ എങ്ങാണ്ടോ നമുക്കൊന്നും അറിഞ്ഞുകൂടാതെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. പക്ഷേ ഇത് ഡീറെയിൽ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. എന്തെങ്കിലും ആൻസർ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ അനുബന്ധമായിട്ടുള്ള ടോപ്പിക്കുകളിലൂടെ പോവാതെ ഒരു ഡയറക്റ്റായിട്ട് ആൻസർ ഭയങ്കര പാടാണ്. ഇല്ലെങ്കിൽ അത് എഗെയിൻ അതൊരു വേറെ വിശ്വാസത്തിലേക്ക് പോകേണ്ടി വരും. ഇപ്പം പറഞ്ഞല്ലോ ദൈവം അല്ലെങ്കിൽ വിശ്വാസം എന്നത് നമുക്ക് നേരെ ദൈവത്തിലേക്കാണ് എത്തുന്നതെന്ന്. ഇപ്പം ഒരു വിഭാഗം ആളുകൾ എന്ന് വെച്ചാൽ എത്തിസം, അല്ലെങ്കിൽ അത്തരത്തിൽ ദൈവം എന്നൊന്നില്ല, കംപ്ലീറ്റ് ആയി സയൻസിനെ മാത്രം വിശ്വസിച്ച് അത് ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗം. അപ്പോൾ അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെല്ലാവരും ആദ്യം വിശ്വാസികളായിരുന്നു, പക്ഷേ അവരുടെ ഉള്ളിലുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു ചെല്ലുമ്പോൾ അവർക്ക് കൃത്യമായ ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവർ ഈ ദൈവവിശ്വാസത്തിൽ നിന്ന് മാറുന്നത് എന്നാണ് പ്രധാനമായും അവർ പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ചോദ്യത്തിനോട്, അല്ലെങ്കിൽ അവർക്ക് ഉത്തരം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് മാറുന്നത് എന്ന് പറയുന്നതിനോട് എന്താണ് പറയാനുള്ളത്? ഇതൊരു വലിയ ടോപ്പിക്കാണ്. നിങ്ങളൊരു 5 മിനിറ്റിൽ അത് നിർത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൽ തന്നെ കമൻറ്റ് വരും. ചുരുക്കി പറയടേ എന്ന് പറഞ്ഞ് ബോധമുള്ളവൻ എഴുതും. ബോധമുള്ളവൻ അങ്ങനെ ആയിരിക്കും, ചുരുക്കി പറയടേ. അവൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല, ഇത് ഒന്നും അറിഞ്ഞുകൂടാത്ത വേറെ കുറേ ആൾക്കാരുണ്ട്, അവരും കൂടി മനസ്സിലാക്കണമല്ലോ എന്ന് ആരും ചിന്തിക്കത്തില്ല. കാരണം കേരളത്തിൽ എന്ന് തുറക്കുമ്പോൾ തന്നെ ആനയല്ലേ പറയാൻ വന്നത്, എനിക്കറിയാമെന്ന് പറയും. ആനയല്ല, ആമയാണ് പറയാൻ വന്നത് എന്ന് പറയാൻ അനുവദിക്കത്തില്ല. പ്രശ്നം ഇപ്പം അവിടെയാണ്, അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക്കായിട്ട് എല്ലാ കാലത്തിലും നല്ല അറിവുകളും ഇതുപോലെയുള്ള സത്തും അസത്തും, അതായത് സത്കർമ്മം ഇല്ലെങ്കിൽ സത്ചിന്തയും ദുഷ്ചിന്തയും ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും. ഭൂമി തുടക്കം മുതൽക്ക് തന്നെ അത് തന്നെയാണല്ലോ. എല്ലാം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം കാലക്രമേണ നമ്മളിൽ ഒരുപാട് പഠിത്തത്തിൽ മാറ്റം വന്നപ്പോൾ ഇതിലുള്ള യാഥാർത്ഥ്യത്തെ പഠിപ്പിച്ചാൽ മാത്രമല്ലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഹിസ്റ്ററിയിൽ എന്താണ് പഠിപ്പിച്ചത് അതാണ് നമ്മുടെ മനസ്സിനകത്ത് ഇപ്പോൾ കിടക്കുന്നത്. ഇന്ന് ഒരുപാട് ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കതിനെ ചകഞ്ഞ് സത്യാവസ്ഥ മനസ്സിലാക്കാൻ പോലും ഒരുപക്ഷെ സെൻറ്റിമെൻറ്റ് ഉള്ളത് കൊണ്ട് മനസ്സിലാക്കാൻ ഞാൻ ഒരുമ്പടില്ല, സത്യമാണെങ്കിൽ പോലും. കാരണം എന്നെ പറഞ്ഞു പഠിപ്പിച്ചു, ഇത് ഒന്ന് എന്നുള്ള തത്വത്തെ പറഞ്ഞു പഠിപ്പിച്ചു. ഇതെൻ്റെ വിരലാണ്, ഒന്നെന്നുള്ള തത്വമാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഒന്ന് കാണിച്ചു തരാൻ പറ്റില്ല എന്നും. ഒരു 500 രൂപ നോട്ട് കാണുമ്പോൾ ഇതിനകത്ത് 500 1 രൂപയുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അധ്യാരോപം ആരോപിക്കുകയാണ്. അതിനെ നാം റിട്രീവ് ചെയ്യണം. അതിനെ വിഗ്രഹമാണെന്നും വിശേഷേണ ഗ്രാഹയതി എന്ന് പറയുന്നു. നമ്മൾ ഒന്നിനെ കാണിച്ച് മറ്റൊന്നിന് അതിലൂടെ എന്തിനെയാണോ അർത്ഥം കൽപ്പിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് വിഗ്രഹമാണെന്നും എന്നുള്ള ബോധം നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഇല്ലെങ്കിൽ പഠിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങുന്നില്ല. സമൂഹ മനസ്സ് അങ്ങനെയാണല്ലോ, ഒരാൾക്ക് മാത്രം സാഹചര്യം ഇല്ല. അപ്പോൾ ഇവരെടുത്ത് ഈ ശാസ്ത്രങ്ങളൊന്നും ബേസിക് ആയിട്ടുള്ള ടോപ്പിക് ഇല്ലാതെ, ഞാൻ ഒരു ഉദാഹരണം, നേരെ താങ്കൾ ഒരു പാട്ട് പഠിക്കാൻ വരികയാണ്, വാതാപി ഗണപതിയും പഠിക്കാൻ വരികയാണ്. ഞാൻ ആദ്യം തുടങ്ങുന്നത് വാതാപി ഗണപതിയും അല്ല, സരിഗമ പദനിസയിലാണ് തുടങ്ങുന്നത്. നിങ്ങൾ ഉടനെ ചോദിക്കുകയാണ്, എനിക്ക് സരിഗമ പദനിസ ഒന്നും ആവശ്യമില്ല, എനിക്ക് വാതാപി നേരിട്ട് പറഞ്ഞു തന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പറയാണ്, എനിക്ക് ഇനി അറിഞ്ഞുകൂടാ, വാതാപി ഗണപതിയും അതിനകത്ത് സരിഗമ പദനിസ ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഇത് നിങ്ങൾ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുകയാണ്. കാരണം സരിഗമ പദനിസ പഠിച്ച് എത്തിയാലേ വാതാപി ഗണപതിയും പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത്രയും ഒരു ട്രാവൽ ഇതിലേക്ക് ആവശ്യമാണ്. ഇപ്രകാരമാണ് ഒരു MBBSന് 15-20 കൊല്ലമാണ് പഠിക്കുന്നത്. MBBS 4 കൊല്ലം മാത്രമൊന്നുമല്ല, LKG മുതൽ ഒന്ന് കൂട്ടി നോക്കുക. അത്രയും പഠിച്ചിട്ടാണ് MBBSലേക്ക് കയറുന്നത്. അതുപോലെ തന്നെയാണ് എഞ്ചിനീയറിംഗ്. അക്യുമുലേറ്റഡ് എഡ്യൂക്കേഷനാണ്, നോളജാണ്.
അതുപോലെ ശാസ്ത്രത്തിനും അത്രയും സമയം ആവശ്യമുണ്ട്. പറഞ്ഞു വന്നത്, നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഇന്നത് ചെയ്താൽ ഇന്നത് ദൈവം തരും എന്നുള്ളത്. അത് തെറ്റാണ്. അങ്ങനെ അവർ ലിറ്ററലി മനസ്സിലാക്കുവാൻ തുടങ്ങി. അതായത് ഇന്ന് യൂട്യൂബിലൊക്കെ കാണാമല്ലോ, ഈ മന്ത്രം ജപിച്ചോളൂ, 7 ദിവസം ജപിച്ചു കഴിഞ്ഞാൽ ഫലം ഉറപ്പ്, ഇത് യൂട്യൂബ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ശാസ്ത്രം എവിടെയും ഇല്ല. അതിന് വേണമെങ്കിൽ നല്ല രീതിക്കൊക്കെ എടുക്കാം, ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. എന്നിരുന്നാലും ഇങ്ങനെ ഇത് കണ്ട് ശീലിച്ച ആൾക്കാർ ഇതിൽ ഫെയിലിയർ ആകുമ്പോൾ അപ്പോൾ പിന്നെ ദൈവം ഇല്ല എന്നായി. അപ്പം ദൈവം എന്നുള്ളത് എന്താണ് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് പോലും ഇല്ലാതെ ലിറ്ററൽ മീനിങ്ങിന് പോവുകയാണ്. ഇപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഒരു വേൾഡിലെ ഒരു നല്ല റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോം ഈ കവിതകൾ ഭയങ്കര ഇൻസ്പിറേഷനാണ്. അദ്ദേഹം എഴുതി വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ഞാൻ ലിറ്ററലായിട്ട് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, ഡു ഐ നീഡ് ടു വാക്ക് എ മൈൽ എവറി ഡേ ബിഫോർ ഐ സ്ലീപ്പ്? അപ്പോൾ ഉടനെ നിങ്ങൾ പറയും അതല്ല അതിൻ്റെ സെൻസ്, നിങ്ങൾ അങ്ങനെ ഒന്ന് അപ്പോൾ എന്നെ കടിച്ചു കീറാൻ വരും, അതല്ല സെൻസ്, യു ഹാവ് ടു അപ്ലൈ സം സെൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എങ്ങനെ കടിച്ചു കീറും. അതേ വാക്കാണ് വേദങ്ങളിൽ രാമനെയും കൃഷ്ണനെയും നേരിട്ട് കൊണ്ടുവരാനാണ് നിങ്ങൾ പറയുന്നത്. ഇത് അറിയേണ്ട വസ്തുവാണെന്ന് മകനെ നീ ഇത് അറിയാനുള്ള വസ്തുവാണ്, കാണാനുള്ള വസ്തുവല്ല. ആ തത്വത്തെ മനസ്സിലാക്കുവാനായിട്ട് കുറേ സ്റ്റെപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് വഴക്കൂടുകയാണ്. പക്ഷെ അതേ ലോജിക്ക് നിങ്ങൾ ഇംഗ്ലീഷിലുള്ള ഒരു കവിതയിൽ അപ്ലൈ ചെയ്യാൻ തയ്യാറാണ്. ഇതിന് നമ്മൾ എന്ത് പറയും? മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇവിടെ, അതായത് ചില സെറ്റ് ഓഫ് ഫേവറബിൾ അക്സെപ്റ്റൻസ് ഡിസോർഡർ എന്ന് വിളിക്കാം. അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും, ഇതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. അവിടെ വന്നപ്പം അവിടെ പഠിച്ച് മുന്നേറണമെന്നും എന്ത് പഠിക്കണമെങ്കിലും എൻട്രൻസ് എക്സാം ഉണ്ടെന്നും അത് കഴിഞ്ഞ് 4 കൊല്ലം പഠിച്ചാലേ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റുമെന്നും നിങ്ങൾ മനസ്സിലാക്കി. നേരെ ശാസ്ത്രത്തിൽ വരുമ്പം ആദ്യം കൃഷ്ണനെ രാമനെയും വിളിക്കും, എന്നിട്ട് ഞാൻ മന്ത്രം ജപിക്കാം. നിങ്ങൾ മന്ത്രം ജപിച്ചാലേ എൻലൈറ്റ്മെന്റ് ഉള്ളൂ. കൃഷ്ണന് രാധയും ഉണ്ടോ എന്നുള്ളതിന്റെ തെളിവ് എവിടെ എന്നുള്ള ചോദ്യങ്ങളും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതൊക്കെയാണ് അതിന്റെ. അല്ല, തീർച്ചയായിട്ടും. ഇതിനെ നാം ലിറ്ററൽ സെൻസിൽ മനസ്സിലാക്കുവാനായിട്ടാണ് അതാണ് ഈ പറഞ്ഞു വന്നത്. ഇത് ചോദ്യത്തിൽ നിന്നുള്ള ഒളിച്ചോടലല്ല. നമ്മളുടെ മനസ്സിൽ ഈ പഠിച്ച സിസ്റ്റം വെച്ചുകൊണ്ട് ഇന്നത് ശരിയായിരിക്കും എന്ന ബോധമുണ്ട്. ഈ കൃഷ്ണന്റെ രാധയും ഉണ്ട് എന്നുള്ള തെളിവുള്ളത് കൊണ്ടല്ലേ ഇത്രയും കാലമായിട്ട് ജനതകൾ സഹസ്രാബ്ദങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് ഒരു കൂട്ടം ആൾക്കാരെ വിശ്വാസമാണ്, ഞങ്ങൾക്ക് വേറൊരു കൂട്ടം ആൾക്കാരെ വിശ്വാസമാണ്. നിങ്ങളുടെ വിശ്വാസം ശരിയാണെന്നും ഞങ്ങളുടെ വിശ്വാസം തെറ്റാണെന്നും പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, അറിവിലൂടെ മനസ്സിലാക്കേണ്ടതിന് കണ്ണുകൊണ്ട് കാണണമെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോകും. അങ്ങനെയാണെങ്കിൽ സൂര്യൻ നിശ്ചലം ആയിട്ട് അവിടെ ഇരിക്കുന്നത് കാണിച്ചു തരേണ്ടി വരും, ഭൂമി കറങ്ങുന്നത് കാണിച്ചു തരേണ്ടി വരും. അത് അറിവാണ്. അവിടെ നിങ്ങൾ പറയുകയാണ് എൻ്റെ കണ്ണിനെ ഞാൻ വിശ്വസിക്കില്ല. സൂര്യനെ നോക്കുമ്പോൾ കണ്ണ് എന്താ പറഞ്ഞത്? കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. സൂര്യൻ മൂവ് ചെയ്യുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വിശ്വസിക്കുന്നു? പഠിച്ച ആൾക്കാർ പറയും അത് വിശ്വാസമല്ല, അത് അപ്പാരന്റ് മോഷനാണ്, റിലേറ്റീവ് മോഷനാണ്, ഭൂമി കറങ്ങുന്നത് കൊണ്ട് ഉള്ള തോന്നലാണ്. അറിവിനെയാണ് വിശ്വസിക്കുന്നത്, കണ്ണിനെ അല്ല. ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ കണ്ണിനെ വിശ്വാസമില്ല, അറിവിനെ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പുറത്ത് വന്നപ്പം കൃഷ്ണൻ ആദ്യം കണ്ടിട്ടേ ഞാൻ അടുത്ത കാര്യം ചെയ്യൂ എന്ന് പറയുകയാണ്. അവിടെ അറിവ് വേണ്ട, കണ്ണ് മതി. ഇത് ഇരട്ടത്താപ്പല്ലേ? ഇതൊരു വലിയ വിഷയമായതുകൊണ്ട് ഇത് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇത് ചെറിയ ടോപ്പിക് അല്ല. ഞാൻ പറഞ്ഞത് തന്നെ നമുക്ക് ശരിയാണോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന വ്യക്തിയെ വെച്ചുകൊണ്ട് ഒരിക്കലും സനാതനധർമ്മത്തെ അളക്കരുത്. LKG പോലും പഠിച്ചിട്ടില്ല, സനാതനധർമ്മത്തിൻ്റെ അത്രയ്ക്ക് ഐഡിയ പോലും ഇല്ല. ഉള്ളത് തുറന്നു പറയാം, വിനയമല്ല, ഉള്ളതാണ്, സത്യമാണ്. പക്ഷെ എന്നെ വെച്ചുകൊണ്ട് സനാതനധർമ്മം ഇല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തെ അളക്കരുത്.
താങ്ക് യു സർ. ഒരു സമയപരിധിയുടെ ഒരു വലിയ പ്രശ്നം ഉള്ളത് കൊണ്ട് എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ചോദിക്കണമെന്നുണ്ട്. അപ്പോൾ അവസാനമായി ഞാനൊരു ചോദ്യം ചോദിച്ച് നമുക്ക് ഈ ഇൻ്റർവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അവസാന ചോദ്യം എന്ന് പറയുന്നത്, നമുക്കിപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ യൂട്യൂബിൽ ഒരുപാട് വാരഫലങ്ങളെക്കുറിച്ചൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? കാരണം ഇപ്പം നമുക്കറിയാം ഓരോ വ്യക്തിയും ഒരാളിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ ഇത് അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് അത് പോസിബിൾ ആണോ? ഫലഭാഗം എന്നുള്ളത് ജ്യോതിഷത്തിലുണ്ട്. ഒരു ജ്യോതിഷി ആണെങ്കിൽ ഫലം പറയണം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഫലഭാഗം നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫലം പറയാം. പക്ഷേ ബേസിക് ആയിട്ട് ഐഡിയ ഇല്ലെങ്കിൽ, തെറ്റായി ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്തു, തെറ്റായ കർമ്മം ഞാൻ ചെയ്തു എന്ന ദുഷ്കർമ്മം എനിക്കുണ്ടാവും. അപ്പോൾ ഇന്ന് ടു മീ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഒരു ദുഷ്കർമ്മം ഒരു വീഡിയോ ചെയ്തിട്ട് ആൾക്കാരെ തെറ്റായ പാതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അത് പാടില്ല. പിന്നെ എത്ര നല്ലവണ്ണം നല്ല വീഡിയോ നല്ല ഇൻഫർമേഷൻ കൊടുത്താലും കുറച്ച് ആൾക്കാർ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. അവരെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. സർവാരംഭാഹി ദോഷേണ ധൂമേനാഗ്നി രിപാവൃത. അഗ്നി പോലും ജ്വലിക്കുന്നത് പുക എന്നുള്ള ഒരു ദുഷിച്ച ഫലം തന്നിട്ടേ ഉള്ളൂ. അതിനെ നമുക്ക് ഇഗ്നോർ ചെയ്യണം. ശരിയല്ലേ? മനസ്സിലായി വരുന്നുണ്ടോ? കാരണം അതിൽ കയറിയാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പം അതിൽ എല്ലാം ഗുണമാണ്, പെർഫെക്റ്റ് ഗുണകർമ്മമാണ് എന്നൊന്നില്ല. അപ്പോൾ ഇവിടെ നാം എന്നിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ എൻ്റെ ലിമിറ്റേഷൻസ് അനുസരിച്ച്, ഇല്ലെങ്കിൽ ഞാൻ ഇത്ര പഠിച്ചിട്ടുണ്ട് അതിൽ ഒതുങ്ങിക്കൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രമേ വഴിതെറ്റിക്കാതെ പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇതെന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒരു ഒറ്റയടിക്ക് ഒരു വാരഫലം പറയുന്നു. ഒരു ഉദാഹരണം പറയാം, അപ്പോൾ ഏവർക്കും മനസ്സിലാവും. ഉദാഹരണത്തിന് ഇപ്പോൾ പൂരാടം നക്ഷത്രം, കുറേ സ്ത്രീകളുണ്ട്, അവർക്ക് വിവാഹം നടക്കുകയാണ്, വ്യാഴം 7-ൽ സഞ്ചരിക്കും എന്നുള്ള പൊതുവേ ഒരു ഫലമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറയുകയാണ് 2026 മെയ്ക്കുള്ളിൽ പൂരാടം നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കും എന്നുള്ളത് പറയുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിൽ കേരളത്തിൽ ഒരു 1,00,000 പേർ വെയിറ്റ് ചെയ്യാണ് മാരേജിന്, പൂരാടം നക്ഷത്രക്കാർ. അതിൽ ഒരു 500 പേർക്ക് നടന്നു, ബാക്കി നടന്നില്ല. ഇത്രയും ആൾക്കാർക്ക് അറിയത്തില്ല ആക്ച്വലി ഈ ഇൻഫർമേഷൻ എന്നുള്ളത് ഒരു ജനറൽ ഇൻഫർമേഷൻ ആണെന്നും അവനവൻ്റെ കർമ്മഫലം കാണിച്ചു തന്ന, പ്രാരബ്ധ കർമ്മം കാണിച്ചു തന്ന ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദശ അപഹാരമൊക്കെ ചിന്തിച്ച് ഇൻഡിവിജ്വലായിട്ട് മനസ്സിലാക്കണമെന്നും ഉള്ള അറിവ് സാധാരണക്കാരുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ട് ഇത് വാരഫലം പറയാതിരിക്കുന്നതാണ് ഉത്തമം. പക്ഷേ ഇതേ ഒരു സെൻസ് ഒരു കൊറോണ ഭീതി ഉണ്ടായിരുന്നപ്പം ന്യൂസ് പേപ്പർ പോലും നിങ്ങൾ തുടരുത്, കൈകൊണ്ടെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏത് സെൻസ് അപ്ലൈ ചെയ്ത് നമ്മൾ ആ ഇൻഫർമേഷനെ സ്വീകരിച്ചു? ശരിയല്ലേ? ന്യൂസ് പേപ്പർ കൊണ്ട് എടുത്തവനെല്ലാം കൊറോണ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ആ സെൻസ് ഉപയോഗിച്ചു. അപ്പോൾ ഇതിൻ്റെ നോർമൽ ആയിട്ട് ഇതിങ്ങനെ എടുക്കണമെന്നും എനിക്കൊരു ജാതകമുണ്ടെന്നും ദശാപഹാരമുണ്ടെന്നും ഇന്നത്തെ ജനങ്ങൾക്ക്, ഇല്ലെങ്കിൽ ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് അറിയാത്തത് കൊണ്ട് അവരെ മേ ബി ഈ ഒരു ഇൻഫർമേഷൻ വഴിതെറ്റിക്കും. ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ, വാരഫലം എങ്ങനെ, മാസം എങ്ങനെ, അത് വഴിതെറ്റിക്കുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് അതിലേക്ക് തിരിയാത്തത്. ഇനി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഫലങ്ങളെല്ലാം തന്നെ വളരെ കോമൺ ആണെന്നും അവരവരുടെ ജാതകത്തിനനുസരിച്ച് ഇത് വ്യത്യാസപ്പെടുമെന്നുമുള്ള ഒരു ബോധം ജനങ്ങളിലേക്ക് എത്തിക്കണം. ഒരു തരത്തിലും നമ്മൾ വഴിതെറ്റിക്കരുത്, കഴിയുന്നതും ആരെയും വഴിതെറ്റിക്കരുത് എന്നുള്ളതാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ഈ ഒരു നമുക്ക് അധികം ആളുകൾക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് സാർ ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒരുപാട് നന്ദി. താങ്ക് യു സർ. നമസ്കാരം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.